ഹായ് ഓൾ, എല്ലാവർക്കും സുഖമല്ലേ? കുറച്ചായില്ലേ വീഡിയോ വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ടിട്ട്. ഇത് ആറങ്ങോട്ടുകാര ലുസൈൽ റെസ്റ്റോറൻറ്റിലേക്ക് ഒരു വീഡിയോ ചെയ്യാൻ വരുമോ ചോദിച്ചപ്പോൾ പോയതാട്ടോ. ഞങ്ങളോടുള്ള പരിചയത്തിൽ സുജിത്ത് ചോദിച്ചപ്പോൾ പോയിന്നേ ഉള്ളൂ. പക്ഷെ നല്ല ചമ്മലുണ്ടായിരുന്നു കേട്ടോ അതിന് പോകാൻ വേണ്ടിയിട്ട്. അവൻ നിർബന്ധിച്ചപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സന്തോഷം കേട്ടോ. അത്ര പ്രിപ്പറേഷൻസും കാര്യങ്ങളോ ഒരുക്കങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളുടേതായ രീതിയിൽ വെറുതെ ഒന്ന് നമ്മുടെ അവ്യ കളക്ഷനിലെ സെറ്റ് സാരിയൊക്കെ എടുത്തൊന്ന് പോയി എന്ന് മാത്രം കേട്ടോ. നമ്മളിപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതും ഇതൊക്കെ അതിൻ്റെ ഭാഗം ആക്കണമല്ലോ ഇനിയൊക്കെ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാട്ടോ. പക്ഷെ വീഡിയോ ഒക്കെ ഇട്ട് കണ്ടപ്പോൾ ഒരു സന്തോഷം കേട്ടോ. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ കുറേ എന്തെങ്കിലും വീഡിയോ ഒക്കെ ചെയ്യണം. പക്ഷേ പിന്നെ അതൊക്കെ സമയം ഇങ്ങനെ കടന്നു പോയല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ആയപ്പോൾ പിന്നെ അതിനൊക്കെ മടിയായി. ഇത് അന്നത്തെ ദിവസത്തെ ബിഹൈൻഡ് സീൻ എന്ന് പറയാം കേട്ടോ. എൻ്റെ കയ്യിൽ മുറിയായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇതെങ്ങനെ ഇതൊക്കെ കെട്ടിവെച്ച് പോകുമെന്ന് വെച്ച് ഞാൻ ആ മുറിയുടെ വേദന ഉണ്ടായിട്ട് പോലെ അത് അഴിച്ചു കേട്ടോ. എന്നിട്ടിപ്പോൾ ചേച്ചി എനിക്ക് സാരിയൊക്കെ സെറ്റ് ചെയ്ത് തരിക കേട്ടോ. എനിക്ക് അങ്ങോട്ട് സെറ്റ് സാരി ഒന്നും എടുത്താൽ ശരിയാവില്ല. അപ്പോൾ ചേച്ചിയാണൊക്കെ ചെയ്തത്. പിന്നെ ചേച്ചി തന്നെയാണ് ചെയ്തോട്ടോ. പിന്നെ ഞങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങളൊന്ന് ഒരുങ്ങി. അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. മുടി അഴിച്ചിടണോ കെട്ടി വെക്കണോ നല്ല കൺഫ്യൂഷനായിരുന്നു കേട്ടോ. കെട്ടി വെച്ചാൽ എനിക്കൊരു വൃത്തിയില്ല, അഴിച്ചിട്ടാലും വൃത്തിയില്ല, അത് വേറെ കാര്യം. പക്ഷേ ലാസ്റ്റ് അഴിച്ചിട്ടു കേട്ടോ. ഇത് ഞങ്ങളിങ്ങനെ റെഡി ആയിട്ടിരിക്കുക കേട്ടോ. തനുവിനെയും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തനു പട്ടുപാവാടയൊക്കെ ഇട്ടിട്ട് സുന്ദരി കുട്ടിയായിട്ട് രാവിലെ മുതലേ റെഡി ആയിരിക്കുന്നത് കേട്ടോ. എനിക്കാണെങ്കിൽ സാരി ഉടുത്ത് അല്ലെങ്കിലേ നടക്കാനിരിക്കാനും പറ്റില്ല. അപ്പോൾ അതെന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഞാൻ. പിന്നെ അനിയേട്ടനും സജീവേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനിയേട്ടൻ്റെ വണ്ടിയിൽ അങ്ങ് ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ സജീവേട്ടൻ വന്നാൽ കുട്ടിക്കൊരു ഉറക്കം വരലുണ്ടായിരുന്നു തനുവിനെ. അപ്പോൾ അവളെ എടുക്കാനൊക്കെ വേണ്ടി സജീവേട്ടനും പോകുന്നു കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ വണ്ടി കയറി. സത്യം പറഞ്ഞാൽ ടെൻഷനായിട്ടാണ് പോകണം. ചേച്ചിക്കൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ലുസൈൽ റെസ്റ്റോറൻറ്റ്. ആറങ്ങോട്ടുള്ള നല്ലൊരു പ്രീമിയം ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസ് ആട്ടോ അവിടെ. അപ്പോൾ ആരും വന്നിട്ടില്ലെങ്കിൽ എന്തായാലും വന്ന് നോക്കണം കേട്ടോ അവിടെ. ഞങ്ങളങ്ങനെ അവിടെ പോയി ഇരുന്നു. അവരവിടെ സെറ്റാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സദ്യയാണല്ലോ, അപ്പോൾ സദ്യയൊക്കെ സെറ്റാക്കുന്നുണ്ടായില്ല. അവരുടെ തിരക്കൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ സെറ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. ഞങ്ങൾക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ തന്നു കേട്ടോ. പിന്നെ കൂടുതൽ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. സജീവേട്ടനായിരുന്നു കേട്ടോ. തനു ഉറങ്ങിയപ്പോൾ അവളെ എടുത്തിരിക്കുകയാണ് കേട്ടോ. അവൾ നല്ല ഉറക്കം ഉറങ്ങി. പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് എണീറ്റത്. പിന്നെ ഞങ്ങളതിനെ അവിടെ നിന്ന് വരുന്ന വീഡിയോസ് അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ ഇതിന് ശേഷം വീട്ടിലെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. എന്തായാലും സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. സുജിത്തിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതിനു വേണ്ടി വിളിച്ചതിന്. ചെറിയൊരു ഇതാണെങ്കിലും വലിയ സംഭവമൊന്നും അല്ലെങ്കിലും ഞങ്ങൾക്കിതൊരു വലിയ സംഭവമാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.